അമ്മ മലരിക്ക് പോയിട്ട് എപ്പോ എത്തി? മലരിക്ക് പോയിട്ട് എപ്പോ എത്തി? ഞാൻ പറഞ്ഞില്ലായിരുന്നു 4 മണിക്ക് 3:30 എനിക്ക് വരാൻ പറ്റത്തില്ല. അതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, 3 മണിക്ക് എനിക്ക് പോകണ്ടേ. ഇന്നലെ മലരിക്കൽ പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച് കിടന്നു. അപ്പൊ നമ്മളെ വന്നായോ? ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നെ എണീറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരും എന്ന് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ പോയില്ലല്ലോ, എനിക്കറിയാമായിരുന്നു ആരും പോവില്ല. അതോട്ടോ വിരമോളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചിഞ്ചിരിക്കാതെ എല്ലാം നിമിഷമാണെങ്കിൽ അവിടെ വിരഹഗാനം പാടിക്കൊണ്ട് കിടപ്പുണ്ട്. 1 മാസമായിട്ട് മലരിക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം കൊണ്ടുപോകും, ഇനി 1 ദിവസം കൊണ്ടുപോകും. എല്ലാവരും എനിക്ക് ഇന്ന് പരിപാടി ഉണ്ട്, നമുക്ക് കോട്ടയത്തിന് പോയി ചങ്ങനാശ്ശേരിക്ക് പോകണം. ബാ രാജ മലരിക്കൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെട്ടോ? ഒരാളിവിടെ 3 മണിക്ക് എണീറ്റ് ഡ്രസ്സ് മാറി വണ്ടിക്കകത്ത് കയറിയിരുന്ന എന്നാച്ചാ എന്നെ പറയാനുള്ള കറണ്ട് പോയെന്നേ. കറണ്ട് പോയായിരുന്നു. പിന്നെ 3 മണിക്ക് എണീക്കെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എണീറ്റ് വന്നപ്പോ മണി 4 ആയി. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് എണീറ്റുമില്ല. ഞാൻ അപ്പളേ പറഞ്ഞില്ല ഞാൻ വരില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ കേട്ടോ. അന്നേരം എന്നെ വെല്ലുവിളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയവരാ. ഏതായാലും കറണ്ട് വരെ പോയി പ്രതിഷേധിച്ചു കേട്ടോ. അമ്മേ കറണ്ട് പോയതിന്റെ അർത്ഥം തന്നെ അതൊരു ഇത് സൂചനയാ, പോവരുത് എന്നുള്ളതിന്റെ സൂചനയായിരുന്നു. മനസ്സിലായോ? മിറയൊക്കെ മറ്റേ കല്യാണത്തിന് പോകുന്ന ഡ്രസ്സൊക്കെ അമ്മേനെ ചാച്ചനെ നിമിഷേനും ഞാൻ കൊണ്ടുപോയിരിക്കും പോകുന്നതിന് മുന്നേ. അതുപോലെ ഞാൻ എന്റെ വാക്ക് പുലരാറായപ്പോൾ പൂവൻ കോഴി കൂവിയപ്പോൾ പുതുമണവാളൻ വന്നുറങ്ങിയപ്പോൾ. മലരിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു നിമിഷ? അടിപൊളിയായിരുന്നു. ഒരുത്തിന് അമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട് രാവിലെ കിടക്കുക. എണീറ്റ് വാടാ. ചാച്ചൻ രാവിലെ പിള്ളേർക്കുള്ള ഏത്തപ്പഴം പുഴുങ്ങുകയാണ്. ചാച്ചൻ നാടപ്പഴമാണോ? ഏത്തപ്പഴം നാടപ്പഴമാണോ? നാടപ്പഴം. ചാച്ചൻ ഏത്തപ്പഴം പുഴുങ്ങുന്നത് എവിടെയാണെന്നറിയാവോ? എവിടെയാ ചാ? ഓവനിൽ ഏത്തപ്പഴം പുഴുങ്ങുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. എവിടെ കിട്ടും ഇങ്ങനെ ഒരു രാത്രി രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്ക് ഇത് കട്ടൻ കാപ്പി. അതെനിക്കാ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നു. ചാച്ചന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ ഇന്ന് കാണുക. മുട്ട പുഴുങ്ങി 2ആയിട്ട് മുറിച്ചിട്ട് അതിനകത്ത് കുരുമുളകും ഉപ്പും ഇട്ട്. അതെ എവിടെ കിട്ടും ഇതുപോലെ ഒരു ചാച്ചനെ അല്ലേ? തനി തങ്കമല്ലേ തങ്കം. അറിഞ്ഞിട്ട് പേരട്ടോ. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കുള്ള വഴിയാണ് കേട്ടോ അമ്മ. മലരിക്കലൊക്കെ കണ്ടു കഴിഞ്ഞു, അതൊക്കെ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായിരുന്നു. മലരിക്കൽ നിമിഷ ഇപ്പോഴാണ് എന്നോട് മിണ്ടാൻ തുടങ്ങിയത്. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതെ ഇപ്പൊ നീ എല്ലാരും ചതിച്ചതാട്ടോ. ഞാൻ നമ്മൾ പറഞ്ഞില്ല ഞാൻ എണീക്കൂല, 4 മണിക്ക് എണീറ്റ് പോകാനുള്ള പരിപാടിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇനി 4 മണിക്ക് കേൾക്കണമായിരുന്നു. ഇപ്പൊ ഏതായാലും പിന്നെ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇവിടെ പോണേന് വേണ്ടി ഞാൻ കൊണ്ടുപോയിരിക്കും. പോയത് പോട്ടെ, നമുക്ക് ഇനി അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ചിപ്സ് ഒക്കെ കഴിച്ചോണ്ടാണോ പോകുന്നത്? അമ്മ എന്തിനാ ചങ്ങനാശ്ശേരിക്ക് പോകുന്നത് പറഞ്ഞല്ലോ? നമ്മുടെ മെൽബണിലെ ഒരു ഫ്രണ്ട് ഇല്ലേടാ തോമസ് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തോമസ് ഏട്ടന്റെ അടുത്തോട്ട് പോവാണേ. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത തന്നെ കേട്ടോ. നമ്മുടെ ഈ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പം നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അല്ലേ? അതെ, തോമസ് ചേട്ടൻ ഓസ്ട്രേലിയയിലാണ്. തോമസ് ചേട്ടൻ ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്ന ഇതിലാണ്. രജിസ്റ്റർ ഏജന്റ് ആണ്. അതെ അതെ. അപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം തോമസ് ചേട്ടന്റെ അടുത്ത് നമ്മൾ ചെല്ലുക കേട്ടോ. ഏകേലും ചെല്ലുമല്ലേ, ചെല്ലുമ്പോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതെ അതെ, നമ്മുടെ അടുത്ത് എന്തോരം പേരെ കമന്റിലൊക്കെ ചോദിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ഏതൊക്കെ പ്രൊഫഷനാണ് അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, എല്ലാത്തിനുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ ഇന്റർവ്യൂലൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ്. എല്ലാത്തിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ കണ്ടാവും അല്ലേ? അമ്മ റീവൂട്ടിന് പഴം പുഴുങ്ങി കൊച്ചിന് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് പഴം പുഴുങ്ങി കൊണ്ടുവന്നു. ചിപ്സ് കഴിച്ചോണ്ടിരിക്കുന്നു. ചാച്ചനാണെങ്കിൽ പറപ്പിച്ചു വിടുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ചാച്ചൻ പച്ചമീനാണ് ചാച്ചൻ മേടിക്കാൻ പോണേ. ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം മറന്നു. ആ ഹോട്ടലിന്റെ അവിടെ ചാച്ചൻ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി ഇപ്പൊ റിവേഴ്സ് അടിച്ചോണ്ട് പോവാട്ടോ.
പാലയിലെത്തിയോട്ടെ ഞങ്ങള്. സമയം 11:10. 11:10. ഇന്നലെ രാത്രി 3 മണിയായപ്പോയിട്ട് തുണി മാറിയിരിക്കുന്ന. അത് കഴിഞ്ഞപ്പോഴും ഞാനൊക്കെ അതിൽ ഉറക്കം കൂടെ ഉറങ്ങി. അച്ഛൻ 3 മണിയാപ്പോ അലാറത്തിന് മുമ്പിൽ അമ്മ. നമ്മള് 3 പേരും ഡ്രസ്സ് മാറി കേട്ടോ. ഈ അവസൂനെ വിളിച്ചിട്ട് എന്ത് ചെയ്തായിട്ട് വരില്ലായിരുന്നു. അവൻ മൂടി പൊതിച്ച് ഒന്നും കൂടെ കിടന്നു. സ്വാഭാവികം. അത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോ 6:30 ഓടി വന്നപ്പോ ഏക്കൊക്കെ എല്ലാരും നമുക്ക് പോകണ്ടേന്ന്. ഞാൻ കിടന്നു കഴിഞ്ഞപ്പോഴേ അമ്മ 4 മണി കിടന്നില്ലേ ചോദിക്കുക നീ പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞു പോകാൻ ഇനിയിപ്പം ഇത്രയും സമയം 5 മണിയായപ്പോഴും ഇങ്ങനെ പോണേന്ന് പറഞ്ഞു. ഞങ്ങള് പഴം കഴിച്ചു കൈ കഴിയാൻ വന്ന കേട്ടോ. ഇവന് ഭയങ്കര വിശപ്പായതുകൊണ്ട് ഇവൻ മാത്രം നെയ്റോസ്റ്റ് തിന്നു. നെയ്റോസ്റ്റില്ലടാ, അടിപൊളി നെയ്റോസ്റ്റാണ്. അച്ഛൻ എന്നാ നിനക്ക് മേടിച്ചു തന്നെ? അച്ഛൻ എനിക്ക് കട്ട്ലറ്റ് മേടിച്ചോട്ടെ. എനിക്കും അമ്മയ്ക്കും കട്ട്ലറ്റ് കാണിച്ചാ ഒന്നും വേറെ ഇത് പിടിച്ചാടാ. അമ്മ ഒരെണ്ണം തിന്നോണ്ടിരിക്കണു. ചിക്കൻ കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റും. ഇത് പഴംപൊരി അല്ല കേട്ടോ, ഇത് പാലാ സ്പെഷ്യൽ ഒരു സാധനമാണ്. പഴം നിറച്ചതാണ്. എന്നാ വെച്ചാൽ പഴം റോസ്റ്റ് അടിപൊളിയാട്ടോ. പഴത്തിനകത്ത് നമ്മുടെ തേങ്ങയും ശർക്കരയും. നീ നൂലിനെ കഴിച്ചിട്ടില്ലേ? നമ്മുടെ അവിടെ ചിലപ്പോ ഫ്രോസൺ കിട്ടത്തില്ലേ? പഴം റോസ്റ്റ് അടിപൊളിയാട്ടോ. അതാണ് ഞങ്ങളുടെ പാല. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തിട്ടോ. എവിടെ എത്തിയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഭയങ്കര ഉറക്കം. വേറെ നടക്കുന്നുണ്ടോ? പിള്ളേരല്ല, നിമിഷം ഇറങ്ങിപ്പോയി. നിമിഷം റീവോട്ടിന് ദേ കിടന്ന് ഉറങ്ങും. വേറെ ഇറങ്ങിയില്ലടാ, വേറെ ഇറങ്ങിയില്ലേ? ഉറക്കമ്പലിയാകത്തില്ലേ? നമ്മള് 3 പേരേ ഉള്ളൂ. ഞങ്ങള് 3 പേരും എനിക്കുള്ളൂ. നമ്മൾ എത്തിട്ടോ, ചങ്ങനാശ്ശേരി എത്തി. പാറപ്പള്ളി നിമിഷൊക്കെ എന്നെ പള്ളി പണിയെന്ന് നോക്കിയേ. പള്ളി കേട്ടോ ഇത്. നമ്മൾ എത്തിട്ടോ. ഡൊമിനോസ് പിസ്സയുടെ മേളിൽ ആണ് നമ്മുടെ തോമസ് ചേട്ടൻ വരാമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മള് നമ്മുടെ ചങ്ങനാശ്ശേരിയുള്ള ഫ്രണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ നമ്മുടെ തോമസ് ചേട്ടന്റെ അടുത്തെത്തി. ഈ ഇരിക്കുന്ന ആളാണ് തോമസ് ചേട്ടൻ. തോമസ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖം, സന്തോഷം. നിങ്ങളെ ഇവിടെ കാണാൻ പറ്റിയതിൽ സന്തോഷം. നമ്മൾ മെൽബണിൽ വെച്ച് കണ്ടല്ലേ? മെൽബണിൽ വെച്ച് നമ്മൾ കണ്ടാണ്. ഫാമിലി ഒന്നും വന്നില്ലല്ലോ തോമസ്? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഓഫീസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് വന്നതാണ്. അതല്ലേ, സ്വീറ്റ് ചേച്ചിയൊക്കെ അന്വേഷിച്ചു പറയണം കേട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. പിന്നെ വന്നതിന് മെയിൻ കാരണം കൂടെ ഉണ്ട് തോമസ് ചേട്ടാ. നമ്മുടെ വീഡിയോയുടെ താഴെ ഒത്തിരി പേര് നമുക്കിങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈഗ്രേഷൻ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ഒത്തിരി എൻക്വയറീസ് നമ്മുടെ വീഡിയോസിന് ശേഷം ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കാണ് നമ്മുടെ പെർമനന്റ് മൈഗ്രേഷൻ ഉള്ളത്. സ്റ്റഡി എബ്രോഡ് നമ്മൾ UK-ക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? ഏതായാലും പെർമനന്റ് മൈഗ്രേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. സ്റ്റഡി എബ്രോഡും അത് ഓസ്ട്രേലിയക്കാണ്. മെയിനായിട്ട് എങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഓൾറെഡി UK-യിലുള്ളവരാണോ അതോ നാട്ടിൽ ഇപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ പഠിച്ച് ഇരിക്കുന്നവരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നാട്ടിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. UK-യിലാണേലും അവർ വേറെ രാജ്യത്താണേലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. മെയിൻലി നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മൈഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സ്റ്റുഡൻറ് വിസ ആണെങ്കിൽ നമ്മളിവിടെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞവരും +2 കഴിഞ്ഞവരെയൊക്കെയാണ് നമ്മൾ. അപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്കും ആയിട്ട് വരാം അല്ലേ? PR ആയിട്ട് മാത്രമല്ല, സ്റ്റുഡൻറ് വിസ ആയിട്ട് വരാം. വർക്ക് വിസ ആയിട്ട് വേണമെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വരാം. വർക്ക് വിസ വരാം, പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് വിസ പറ്റത്തുള്ളൂ. നമ്മൾ മെയിനായിട്ട് സ്റ്റുഡൻറ് വിസയും PR-ഉം ആണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ നിങ്ങളുടെ പേരൻസിന്റെ വിസ, നിങ്ങളുടെ പാർട്ട്ണർ വിസ, വിസിറ്റേഴ്സ് വിസ, നിങ്ങളുടെ അങ്കിളും ആന്റിയൊക്കെ നിങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നെങ്കിൽ അതെല്ലാം ആ വിസ മൈഗ്രേഷൻ സംബന്ധമായിട്ടുള്ള എന്തും നമ്മൾ രജിസ്റ്റേർഡ് മാറ ഏജന്റ് ആണ്. നല്ലൊരു ടീം നമുക്ക് മെൽബണിലുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് മൈഗ്രേഷന് നമ്മുടെ സ്പെഷ്യാലിറ്റി നമുക്ക് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടൊരു ടീം സ്പെഷ്യലായിട്ടുണ്ട്, സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുണ്ട്, കൂടാതെ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടി വേറെ ടീം. അങ്ങനെ ഒരു 3 ടീമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സ്കിൽസ് എല്ലാം അസസ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, നമ്മുടെ ഓഫീസ് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദുബായിലും ഉണ്ടല്ലേ? ദുബായിൽ ഒരു ഓഫീസ് ഉണ്ട്, മെൽബണിലുണ്ട്. കേരളത്തിലെ ഓഫീസ് ചങ്ങനാശ്ശേരിയിലാണ്, മെൽബണിൽ ഒരു ഓഫീസ്. മെൽബണിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടവർ, മൈഗ്രേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്യാം അല്ലേ? അതെ. ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ പാത്ത് വേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? പെട്ടെന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ഇത് സ്കിൽഡ് മൈഗ്രേഷൻ ആണ് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ശാശ്വതമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ തോമസ് ചേട്ടൻ്റെ അടുത്ത് മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാം ഇപ്പം ഉള്ള കാര്യം ഉള്ളപോലെ പറയും കേട്ടോ. മീൻസ് പോകാൻ പറ്റുന്ന കേസാണ് തോമസ് ചേട്ടൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും. അല്ലാതെ നമ്മൾ വേറെ ആൾക്കാരെ പോലെ ഇപ്പം കൊണ്ടുപോകാം നാളെ
നാളെ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അല്ലേ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. സ്കിൽഡ് മൈഗ്രേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊരു പേഷ്യൻസ് കാണിക്കണം. കാരണം 1.5 to 2 years വരെ എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. ഒത്തിരി അസസ്മെന്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനകത്തൂടെയൊക്കെ തറവായിട്ട് നമ്മൾ പോയിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി വരുന്ന എൻക്വയറിയാണ് ഏതൊക്കെ പ്രൊഫഷനാണ് അവരവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ എന്നുള്ളത്. ഇപ്പോൾ നഴ്സിംഗ് മാത്രമാണ് എല്ലാവർക്കും പൊതുവേ അറിയാവുന്നത്. അപ്പോൾ നഴ്സിംഗ് അല്ലാണ്ട് വേറെ ഏതൊക്കെ ജോബ് ആണ് നമുക്ക് അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഈ ഓസ്ട്രേലിയ ഉൾപ്പെടെ ഇനിയിപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് പ്രൊഫഷണൽസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അത് നമ്മളെപ്പോഴും നമ്മളത് ലിമിറ്റ് ചെയ്യും, നേഴ്സസ് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യും. നേഴ്സസ് മാത്രമല്ല, സോഷ്യൽ വർക്കേഴ്സ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ പഠിച്ച് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അവിടെ സാധ്യതയുണ്ട്. ഒള്ളി ഒരു തിങ്, നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ പ്രൊമിനൻ്റ് ആയിരിക്കണം. ഇങ്ങനത്തെ ഹെൽത്ത് പ്രൊഫഷനുള്ള എല്ലാ ജോലിക്കും IELTS 7 വേണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കടമ്പ അവിടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഈസി ആയിട്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 7.5 8-ലൊക്കെയാണ് IELTS ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രശ്നമല്ല ഇപ്പം. അപ്പം ഹെൽത്ത് പ്രൊഫഷണൽസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ അവർക്ക് വളരെ നല്ല സാധ്യതയുണ്ട്. അതുകൂടാതെ അക്കൗണ്ടൻസ് ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരു 3 to 5 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് PR-ന് നമുക്ക് അവർ ക്വാളിഫൈ ആകും. തീർച്ചയായിട്ടും. ഇതുപോലെ എൻജിനീയേഴ്സ്, അക്കൗണ്ടൻസ്, സോഷ്യൽ വർക്കേഴ്സ്, അത് ഹെൽത്ത് പ്രൊഫഷൻസിൽ വരുന്നതാണ്. പക്ഷേ സോഷ്യൽ വർക്കേഴ്സ് അവർക്കൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഫോം വിളിക്കുകയോ അല്ലെ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ആ നമ്പറുകളൊക്കെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും. അവർ നിങ്ങളുടെ റെസ്യൂം അവർ റിവ്യൂ ചെയ്യും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ റെസ്യൂമും ഇതെല്ലാം ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നതും അസസ് ചെയ്യുന്നതും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വിളിച്ച് നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ CMI കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള സർഗക്ഷേത്രയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഒരു MSW ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു സെമിനാർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സർഗക്ഷേത്രയിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വരുന്ന 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 ഓഗസ്റ്റ് 2 ശനിയാഴ്ച രാവിലെ 10:30 സർഗക്ഷേത്രയിൽ വെച്ച് ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി വെച്ചാണ് ആ സെമിനാർ ചെയ്യുന്നത്. അത് സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. നമ്മൾ ഒരു 100-150 ആൾക്കാരാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ PR-ന് എങ്ങനെയാണ്, അവരുടെ പാത്വേ എങ്ങനെയാണ്, അവരുടെ സ്കിൽ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. സോഷ്യൽ വർക്കർ അല്ലേ? ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാനൊരു 10-15 വർഷമായിട്ട് അവിടെ പബ്ലിക് ഹെൽത്തിൽ മെൽബണിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓഫീസിലാണെങ്കിൽ പോലും നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സെമിനാർ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. പറഞ്ഞോടി പറ. ഞങ്ങളപ്പോ ഡൊമിനോസിൽ നിന്ന് ഒരു പിസ്സ കൂടെ മേടിച്ചോണ്ടാണ് പോകുന്നത്. എവിടെ? പിസ്സ ഈസ് ആൻ ഇമോഷൻ. ഏത് പിസ്സ പറഞ്ഞു? മീഡിയം ആയിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം വയറൊക്കെ നിറഞ്ഞിരിക്കുക. ഇവിടുത്തെ പിസ്സയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ള നാട്ടിലെ പിസ്സ അല്ലേ എപ്പോഴും. അതുകൊണ്ട് നാട്ടിലെ പിസ്സ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്. എനിക്ക് ഇഷ്ടം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഡൊമിനോസ്. കാരണം നമ്മുടെ ഒരു ഫ്ലേവർ ഇവിടുത്തെ പിസ്സക്ക് അത് ഒരു കിടലൻ ടേസ്റ്റ് അത് അവിടെ കിട്ടത്തില്ല. അതൊരു സൗണ്ട് കേട്ടിട്ട് ബസ്സിന്റെ ബ്രേക്ക് പിടിച്ചാണോ കൊക്കക്കോള പൊട്ടിച്ചാണോ? ഞാനടുത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷം. മേത്തേക്ക് മൊത്തം ചാടി. കൊക്കക്കോള ഇപ്പൊ നിമിഷയുടെ മേത്തേക്ക് മൊത്തം കഴിച്ചു കേട്ടോ. നിമിഷം വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് മിറ പോലീസ് നിന്നെ തല്ലാൻ പറ്റില്ലല്ലോ പെണ്ണെ. ചാച്ചനെ പച്ചക്കറിയുടെ കടയുടെ മുന്നേ പിന്നെ കൊണ്ടുവരുന്നത് ഒരു കാര്യമുണ്ട്. ആദ്യം മീൻ കടയുടെ ഫ്രണ്ട് നിർത്തി, ഇപ്പൊ പച്ചക്കറി. താങ്ക് യു.
അതെ ഇതാട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി ചന്ത അല്ല അച്ഛാ? ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ഈ മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അച്ഛാ? ഇത് സ്പടികത്തിന് മോഹൻലാല് തുണി പറിച്ചടിക്കണ രംഗം. ശരിക്കല്ലേ ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരുത്തനാണെങ്കിൽ താഴെ കിടന്ന് സർക്കസ് കാണിക്കുന്നുണ്ട്. അവിടെ മാറ്റി വലിച്ച് ഊരാൻ നോക്കുക. എടാ അത് ഊരാൻ പറ്റത്തില്ല അറിയൂ കൂട്ടാ. ഇപ്പൊ കൊണ്ടുപാടി തന്നെ വരുമെന്ന് പറഞ്ഞു. ഗാനമേള, മിറയുടെ ഗാനമേള വരെ പാടിക്കോ. Good girl. മച്ചിലി എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തോട്ടാ. പണ്ട് വീട്ടില് ഞാനും ചേച്ചിയെ കൂടെ ഞങ്ങള് കുഞ്ഞായിരുന്നപ്പം വീട്ടില് ഗ്രാമഫോൺ ഉണ്ട്. ഗ്രാമഫോണിനത് പപ്പായി പാട്ടിട്ടേക്കുക. എന്ന് പറഞ്ഞ പാട്ടില്ലേ? എന്തോ ഒന്നാണ് പറഞ്ഞേ. അങ്ങനെ ഒരു പാട്ടില്ലേ? അങ്ങനെ പാട്ട് കേട്ടിട്ട് ഞങ്ങള് ഞാനും ചേച്ചിയും കൂടെ ആ പാട്ടിന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണേ. എന്നിട്ട് പപ്പായി പറഞ്ഞു രണ്ടെണ്ണോടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ ഓടി ചെന്ന് ഞങ്ങളോടത്ത് ഡാൻസ് നല്ലതെന്ന് പറയാൻ വിളിക്കുന്നതാണ്. എന്നിട്ട് പപ്പായി പറഞ്ഞു നാച്ചേന്ന് പറഞ്ഞ അർത്ഥം പറയാൻ പറഞ്ഞു. രണ്ടർത്ഥം അറിയത്തില്ല. എന്നിട്ട് പാപ്പായി രണ്ടുപേർക്കിട്ട് ഓരോ ഞെള്ളിപ്പറി തന്നു. എന്നിട്ട് പറയാ രണ്ടും നാച്ച കളിച്ചോണ്ട് പോക്കോളാൻ. ഡാൻസാ നാച്ചെന്ന് പറഞ്ഞ ഡാൻസാന്നും പറഞ്ഞോണ്ട് അതുപോലും അറിയത്തില്ല എന്നും പറഞ്ഞ് രണ്ട് ഞെള്ളിപ്പറി തന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഡാൻസ് ആണോ? അത് കൊള്ളാട്ടോ. ജീവിതത്തിൽ പിന്നെ ഞാനത് കഴിഞ്ഞ പിന്നെ അതിന്റെ അർത്ഥം ഒരിക്കലും മറക്കില്ല. പപ്പായിനെ ഓർക്കും ഡാൻസ് ഓർക്കും. എന്റെ ചാച്ചൻ നമ്മളെ കുമരകത്ത് കൊണ്ടുവന്ന് ബോട്ടെ കയറ്റും അല്ലേടാ? ഇത് കുമരകം ആയില്ലല്ലോ, ഇത് കോട്ടയം. ഇത് എങ്ങോട്ടാ നമ്മള് പോണേ? അത്രേ ഉള്ളോ? ഓക്കെ, ചുമ്മാ ഒരു ബോട്ട് സവാരി കേട്ടോ. ഇതെന്നാന്നറിയാവോ? ഇതാണ് ബദാവിന്റെ കായ. ഞങ്ങളൊക്കെ സ്കൂളിൽ പിടിച്ചോണ്ടിരുന്നപ്പോഴത്തെ പരിപാടി എന്നാന്നറിയാവോ? ഈ സാധനം പെറുക്കുക, എന്നിട്ട് കല്ലും കൊണ്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കും. പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ഇല്ലോളിയും ഒരു കുഞ്ഞു വെള്ളം അത് ഞങ്ങൾ 5-8 പേരൂടെ തിന്നു. ഒക്കെ കാണുമ്പോ അതിന്റെ മധുരസ്മരണകൾ ഓർമ്മ വരുന്നു. സത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ പഴയ ആനക്കോടിലെ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു ബോട്ട് യാത്രക്ക് തയ്യാറാവുകയാണ് കേട്ടോ. ചുമ്മാ കോട്ടയത്തോട് തന്നെ ഒരു ലോക്കൽ ബോട്ട് യാത്ര. പാലം പൊക്കി വെച്ചേക്കോ അല്ലേ? വണ്ടി വരുമ്പോ ബോട്ട് വരുമ്പോ പാലം പൊക്കി കൊടുക്കും. വീടുകളൊക്കെ കാണും അല്ലേ? വെള്ളത്തിന് നടക്കല്ലേ? അവർക്ക് എങ്ങോട്ട് പോകണല്ലോ വെള്ളം. ഇവിടെ ആൾക്ക് കൂടുതല പിള്ളേരെല്ലാം ഉണ്ട്. സ്കൂളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എവിടെ എത്തി? വെട്ടിക്കാട്. ഇതെവിടെ വെച്ച സ്ഥലം? വെട്ടിക്കാട് എത്തി കേട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ അല്ലേ? പ്രത്യേക രസാ. ആണോ? എന്റെ ഫ്രണ്ടിൽ നിർത്തി ചോക്കോബാർ കഴിക്കുന്നുണ്ടോ? അതെ, കൊതിയായിട്ട് പാടില്ല. ചോദിച്ചാൽ തരില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. കുറുക്കുറെ കൈ കൊണ്ടേ കൊടുത്തു. ആ പിള്ളേരെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നല്ല അല്ലേ, നല്ല ബിസ്ക്കറ്റും അതെ എല്ലാ സാധനവും ഉണ്ട്.
അയ്യോ സൗന്ദര്യല്ലേ ഇങ്ങനെ സത്യം നല്ല രസമല്ലേ ഇവിടെ അല്ലേ? ആ ചൂണ്ടകൾ കൊണ്ടോ ആമ്പല് കണ്ടില്ലേ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ വന്ന വഴിക്ക് ഇഷ്ടംപോലെ ആമ്പല് വാടി നിൽക്കുന്നുണ്ടല്ലോ. ആ ചാച്ച ബോട്ട് വരുന്നു വരാൻ. അപ്പത്തേ തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നു കേട്ടോ. ഈ ബോട്ടിൽ കൂടെ കയറി ആ ബോട്ടിൽ കയറണം. അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ടും പോവാൻ. നമുക്ക് അങ്ങനെ ഇവരുടെ സൈഡിൽ കൂടെ താമസിക്കുന്നവരുടെ ജീവിതമൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഈ എന്നെ രസമല്ലേ സത്യം. നല്ല കാറ്റായിരുന്നല്ലേ? നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റ്, ഒട്ടും വെയിലില്ല, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ.